അമേരിക്ക വന്ന് പണി തന്നപ്പോ നീ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തല്ലേടാ. അതൊറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. അതെ, പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ആത്മാവ് വന്നോ നമ്മളെങ്ങനെ അറിയണ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാ? ആത്മാവ് വരുമ്പോൾ പാലപ്പൂവിന്റെ ഗന്ധം ഇവിടെ ആകെ പരക്കും. ആണോ? ആ പിന്നെ എന്നിട്ട് ഇപ്പൊ പരക്കുന്നില്ലല്ലോ. എങ്ങനെ പരക്കും? നീ ഉണ്ടാക്കണം തുടർന്ന് നിൽക്കില്ല, പിന്നെ അങ്ങനെ പരക്കും. കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ അടച്ചേക്കാം. അടച്ചോണേ. എന്താണ് ഒരു കാറ്റ് വീശുന്ന ഒരു മണം? ആത്മാവ് വരുന്നതിന്റെ സൂചനയാടാ. ആണോ? പിന്നെ പാലപ്പൂവിന്റെ ഗന്ധം വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പാലപ്പൂവല്ലല്ലോ ഇത് മുല്ലപ്പൂവിന്റെ മണാണ്. മുല്ലപ്പൂ കടക്കാരൻ തെണ്ടിയും സ്വയം മാറ്റി തന്നെ പത്തിച്ചല്ലതാ. മണം നോക്കണ്ട, കിട്ടിയ മണത്തെ അഡ്ജസ്റ്റ് ചെയ്യും. ഏതായാലും വന്നതല്ലേ, ഒരെണ്ണ കീച്ചേച്ചങ്ങ് പോകാം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഏതൊക്കെയാലും ഈ ആത്മാവ് വന്ന് മദ്യം കഴിച്ചു കാണുമല്ലോ. കാണും. ഇനിയിപ്പോ 30,000 മദ്യല്ലേ ഞാൻ അടിച്ചോട്ടെ? കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പം വെറുതെ കളയണ്ടല്ലോ. എനിക്ക് ഒഴിച്ചു വെച്ചാൽ വെള്ളം ചേർത്തെങ്കിലും അടിക്കടാ. എടാ, ഡ്രൈ അടിച്ചിരിക്കുമ്പോ നീ ഇടേണ്ട എക്സ്പ്രഷൻ നീ ഇടാത്ത കൊണ്ട് ഞാനിട്ടു. ഒരു കളറായിട്ട് ഒരു കാര്യം ചെയ്യാം, ആ ചിക്കനെ കയറി അങ്ങ് പിടിക്കാം. പിന്നെ ഞാൻ പറയണതാണെങ്കിലേ ഇപ്പൊ ഫുഡും നമുക്ക് തന്നെ കഴിക്കാലോ. പിന്നെ അത് കഴിഞ്ഞല്ലോ, കർമ്മം കഴിഞ്ഞല്ലോ, നമുക്ക് കഴിക്കാം. നമ്മളിപ്പോ ഈ കഴിച്ചില്ലെങ്കിൽ ആത്മാവിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അറിയാമോ? അല്ല, അതല്ല, അങ്ങനെ ശാപം കിട്ടിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതിപ്പോ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്നേ. അല്ല, വേണേ ആത്മാവ് കഴിച്ചോട്ടെ, എനിക്ക് അടുക്കള വേറെ ഇരിപ്പുണ്ട്, അടുക്കള പോട്ടിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉളത്തി കഴിച്ചോളാം. എന്തിന് ഇപ്പൊ സാധനം കയ്യിലുണ്ടല്ലോ, അത് കഴിച്ചാ പോലെ. അപ്പൊ കഴിച്ചേക്കാലേ? കഴിക്കാലോ. ആണ്ട കയറ്റുന്ന പന പുറത്തോട്ട്. എന്താണ്? എടാ, എരിവുള്ള ചിക്കൻ കഴിച്ചിരുമ്പോ നീ ഇല്ലെന്റെ എക്സ്പ്രഷൻ ആണ്. ഞാൻ കൈ നിടുവാ നല്ലതാണ്. ചിക്കനും പോയി മദ്യവും പോയി, ഇനി ആ ബീഫേലോട്ടൊന്ന് പിടി. ഞാൻ ചോദിക്കട്ടെ, ഈ ബീഫ് ഇവിടെ വെച്ച് കഴിഞ്ഞാലേ ഉറുമ്പ് മുഴുവൻ വന്ന് തിന്നും, അതുകൊണ്ട് ഞാൻ അടുക്കള കൊണ്ട് വെച്ചോട്ടെ? എടാ, ഉറുമ്പിന് പോലും കൊടുക്കാത്തവനെ നീ മെനക്കെട്ട് പോലെടാ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി മറന്നുപോയി. കർമ്മി അടിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ഈ തിരക്കിനിടയ്ക്ക് ഞാൻ വിട്ടുപോയി. നമുക്ക് സമയമുണ്ടല്ലോ, ശ്രദ്ധിക്കണ്ടേ അതൊക്കെ? അത് കുഴപ്പമില്ല, ഇനിയാണെങ്കിലും അടിക്കാമല്ലോ. ഓറിയിട്ട് എന്നോടൊന്നും തോന്നരുത്. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് അടിക്കണം. അതിലൊക്കെ കേക്കട്ടെ, പൂജ നടക്കണ്ടെന്ന്. മണി അടിക്കണ കാര്യമാണോ പറഞ്ഞത്? ഇയാൾ എന്നാ വിചാരിച്ചേ? ഞാൻ ബെല്ലടിക്കണം. അതിന് രണ്ടും ഒന്നാണ്. അടിച്ചു, നന്നായിട്ട് അടിച്ചോ. ഇങ്ങനെ അടിച്ചാൽ മതി. അങ്ങനെ ഇളക്കി അടിച്ചോ, നന്നായിട്ട് അടിച്ചോ. അടിച്ചോണ്ട് നിനക്ക് അങ്ങനെ തന്നെ വരണ്ടോ? അതിനൊക്കെ അങ്ങനെ തന്നെ വരണം. നീ എന്നെ കൊണ്ട് മണി അടിപ്പിച്ചല്ലേ, നിനക്കൊരു പണി ഞാൻ തരുന്നുണ്ടാ. അവനൊരു പണി കൊടുക്കടാ. എന്താണ് പണി? ചെറിയൊരു വിഷയമുണ്ട് കേട്ടോ. എന്നാ വിഷയമാണ്? നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു, ഈ കർമ്മം ഓക്കെ ആണോ എന്ന് അറിയണ്ടേ? ആത്മാവ് ഓക്കെ ആണോ എന്ന് നോക്കണ്ടേ? എങ്ങനെ നോക്ക്? മാറ്റി നോക്ക്. ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ആത്മാവ് സന്തോഷവാനല്ല. ആത്മാവിന് ഇനി എന്താ പ്രശ്നം? എന്താണ്? ആത്മാവ് പറയുന്നത് കർമ്മിയെ വേണ്ട രീതിയിൽ തൃപ്തിപ്പെടുത്തണമെന്നും അങ്ങനെ ആത്മാവ് കാണിക്കുന്നുണ്ട്. എന്ത് കൊടുത്താ തൃപ്തിപ്പെടുന്നു ചോദിക്കുന്ന? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ കൊടുത്താൽ മതി എന്നാ കാണിക്കുന്നത്. ആണോ? എത്ര സ്പ്രേ വേണം? രണ്ട്. ശരി, സ്പ്രേ ഉണ്ട്. സ്പ്രേയുടെ ഇതുകൊണ്ട് തൃപ്തിപ്പെടാണ്ടിരിക്കണ്ട. ഈ സഞ്ചിയിലേക്ക് കിട്ടും, അതാ നല്ലത്. ആയിക്കോട്ടെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നോക്കട്ടെ, എന്നിട്ടല്ലേ എനിക്ക് എത്ര നേരം ഇത്? ചെറിയൊരു വിഷയമുണ്ട്. എന്നാണ്? ആത്മാവിന്റെ മുഖത്തിന്റെ ഒരു സൈഡ് അങ്ങ് തെളിയുന്നില്ല. അതെന്നറിയോ? ഒരു സൈഡ് അമ്മാവിന് നേരത്തെ സൂര്യാഘാതം ഏറ്റതാണ്. ആണോ? അതേ സൈഡായിരുന്നു. ഇടത് സൈഡ്. ഇത് വല സൈഡാണ്. തെളിയാത്തത്. പിന്നല്ലാതെ. അയ്യോ, എന്നാ ഇപ്പൊ പുള്ളി എന്നാ പറയണ? പറയണമെന്ന് പറഞ്ഞാൽ കർമ്മിക്ക് ഐഫോൺ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഐഫോണോ? ആത്മാവ് പറഞ്ഞ ഞാനല്ല. നോക്ക്. പ്രോട്ടീൻ പ്രോ മാക്സ് കൊടുക്കണമെന്നാ പറഞ്ഞത്. ഐഫോൺ തന്നെ വേണല്ലേ? പ്രോട്ടീൻ പ്രോ മാക്സ് കേട്ടോ. ആണല്ലേ? പെങ്ങടെ മോക്ക് മേടിച്ചതാണ്. ആണോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ടുണ്ട്, അവക്ക് വിഷമാവും, അതുകൊണ്ടാണ്. ആത്മാവ് കോപിക്കും. നിന്റെ കൈ മേടിക്കണം, ആത്മാവിന്റെ ഇതല്ലേ. ആയിക്കോട്ടെ നിന്നെ നിക്കറ് വരെ ഊരിക്കൊണ്ട് പോകും. ബാക്കിയെല്ലാം ഓക്കെ ആണോ നോക്കിക്കേ. ബാക്കി കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആണല്ലോ? ഏകദേശം ഓക്കെ. എന്നാ പിന്നെ നിങ്ങൾ 5000 രൂപയല്ലേ പറഞ്ഞേ? 6000 രൂപയുണ്ട്. സന്തോഷമായല്ലോ? സന്തോഷം. മണ്ടച്ചാരെ ഒന്ന് വിരട്ടിയാൽ അമ്മാവന്റെ പേര് മറിച്ച് കുറച്ച് പൈസ കൂടെ ഉണ്ടാക്കാം. അമ്മാവനെ ഒന്ന് തന്നെ പിടിച്ചു നോക്കാം. എന്താണ് അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ? ഞാൻ താണ്ടാ നിന്റെ അമ്മാവാ. അയ്യോ, അമ്മാവന്റെ ബാധ കേറിയോ? കർമ്മിക്ക് 5 ലക്ഷം രൂപ കൊറ. 5 ലക്ഷം രൂപയോ? വേണ്ട, 5 ലക്ഷം വേണ്ട. പറഞ്ഞേട്ടോ, വേണ്ടെന്ന് പറഞ്ഞേട്ടോ. 5 ലക്ഷം. ഇത് 10 ഉണ്ടല്ലോ. 5 ലക്ഷം വേണ്ട മാവ, എനിക്ക് 5 ലക്ഷം വേണ്ട മാവ. ഒരുപാടുണ്ട് മാവ. അങ്ങനെ നിർബന്ധമാണെങ്കിൽ മുറ്റത്ത് കിടക്കണ ബെൻസുകാർ മതി അമ്മാവ. 5
5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം തരാം 5 ലക്ഷം തരാം ബഹളം ഉണ്ടാക്കരുത്. അയ്യോ അതെ അല്ല 5 ലക്ഷം ചെക്കായിട്ട് വേണോ അതോ ക്യാഷ് ആയിട്ട് വേണോ? ബൈ ക്യാഷ്. ദൈവമേ, ഇങ്ങനെ ബാധ കൊടുക്കില്ല ദൈവത്തെ ഓർത്ത് ഞാൻ 5 ലക്ഷം രൂപ. അയ്യോ 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 ഇതന്നെ എന്റെ ഈ പൈസ എനിക്ക് എന്താ പറ്റിയത്? ഇല്ല അതൊന്നുമില്ല, വലിയ സംഭവമൊന്നുമില്ല. എന്താ സംഭവിച്ചത്? എന്റെ പൊന്നി ഇവന് കാശല്ല കൊടുക്കേണ്ടത്, ഇവന് ഓസ്കാർ അവാർഡാണ് കൊടുക്കേണ്ടത്. ഒന്നുമില്ല, ഒരു സംഭവം 5 ലക്ഷം രൂപ പാരിതോഷികമായിട്ട്, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു തന്നോളാം. എനിക്കെന്താണ്? 5 ലക്ഷം രൂപ. എന്നാ പിന്നെ മനസ്സ് മാറുന്നതിന് മുന്നേ പോയേക്കാം. ആരെ? ആത്മാവിന്റെ സന്തോഷം നിൽക്കുവാണല്ലോ. അതെ അതെ. അപ്പൊ മനസ്സ് മാറുന്നതിന് ഞങ്ങൾ പോയാൽ കുഴപ്പമില്ല. അതെ പൊക്കോ പൊക്കോ പൊക്കോ. ഒന്ന് നിന്നെ എവിടെ എന്നാ പണിയാണോ കാണിച്ചത്? 5 ലക്ഷം രൂപയ്ക്ക് ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്കും സുരക്ഷയ്ക്ക് വേണ്ടി ഒരു തോക്ക് വരാന്ന് പറഞ്ഞപ്പോ അത് ഇട്ടിട്ട് ഓടിയോ? എന്റെ പൊന്നു കർമ്മി, നിങ്ങൾ ഈ പൈസ കൊണ്ട് പോ, ഈ തോക്ക് കൊണ്ട് അവിടെ നില്ല. അവിടെ ആദ്യം പോയത് വാഴ, രണ്ടാമത് പോയത് മരവാഴ. ഞാൻ ചത്തത് നന്നായി.